ഇന്ന് നമ്മളുള്ളത് ന്യൂസപ്പനിഡയിലാണ്, ബാലിയിൽ. ഇന്ന് കുറച്ച് നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. സർപ്രൈസ് പ്ലേസ് ആണ്. ഇവിടുത്തെ ഐലൻഡ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പക്ഷെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ ഓൾ ദ വ്യൂവേഴ്സ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഞങ്ങൾ താമസിച്ച സീലാവിയ ഹോട്ടലിൽ നിന്നും നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കപ്പയും വാഴയും തെങ്ങും അങ്ങനെയുള്ള കൃഷികളായിരുന്നു മുഴുവനും കാണുന്നത്. ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് രണ്ടിടത്തെയും ഒരു ക്ലൈമറ്റും വെതറും എല്ലാം സിമിലർ ആയിരുന്നു. Chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no ഹലോ ഗൈസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള സർപ്രൈസ് ഇതാണ്. നമ്മൾ ആ സർപ്രൈസ് സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് ന്യൂസപ്പനിഡയിലെ തന്നെ വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ബങ്കി ജമ്പിങ് സ്പോട്ടായിട്ടുള്ള എക്സ്ട്രീം വാലിയിലാണ് ഉള്ളത്. എൻ്റെ ഈ ബൈക്കിൽ കാണുന്ന ഡോമിലാണ് നമ്മുടെ എക്സ്ട്രീം വാലിയുടെ എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നത്. നമുക്ക് ഓൺലൈൻ വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ അവരുടെ ഫിയറിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് ഫോറിനേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളീസ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞങ്ങളിവിടെ മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു 10 days ട്രിപ്പായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സിനും കൂടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവരുടെ ജമ്പാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ആ പ്ലേസിൽ ആ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തേക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ ക്ലിഫ് ജമ്പ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ടൈമിലാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഈ ക്ലിഫ് എത്രത്തോളം വലുതാണെന്നും അതുപോലെ അവിടെ നിന്ന് എന്തോരം ആഴമുണ്ട് താഴേക്കെന്നുള്ളത്. ഞാൻ ചാടുന്ന സമയത്തും ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് ഇത് ഇത്രയ്ക്കും ആഴം ഉണ്ടായിരുന്നോ എന്നുള്ളത് ചിന്തിച്ചത്. ഏകദേശം ഒരു 130 feet എബോവ് സീ ലെവൽ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ചാടുന്നത്. ഇതൊരു ശരിക്കും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാവുന്നതെല്ലാം നമ്മുടെ ബങ്കി ജമ്പിങ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അളിയൻ. അവിടെ ഞങ്ങളുടെ ചേച്ചിയുണ്ട്. രണ്ടുപേരും ചാടാൻ പോവുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ആളുടെ സ്ലോട്ട് അവർ വിളിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അവർ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സെക്കൻഡ് റൗണ്ട് ഇൻസ്ട്രക്ഷനും കൂടെ തരും, നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിൽക്കുന്നു. അവർ ഒരു 3 തവണ കൗണ്ട് ചെയ്യും. കൗണ്ടിന് ശേഷം നമ്മൾ ഒറ്റ ജമ്പാണ് വരുന്നത്. ഇൻ കേസ് നമ്മൾ ജമ്പ് ചെയ്തില്ലെങ്കിൽ കൂടെ അവർക്കറിയാം, അവരത് ബാക്കിൽ നിന്ന് പുഷ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ജമ്പ് ചെയ്യും. അപ്പോൾ വൺസ് നമ്മൾ അവിടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചാടാതെ രക്ഷയില്ല. നമ്മൾ അവിടെ നിന്ന് ചാടി ഒരു 3-4 സെക്കൻഡ് മാത്രമാണ് ഒരു ഫ്രീ ഫോൾ വരുന്നത്. പക്ഷെ ആ ഒരു 4 സെക്കൻഡ് നമ്മൾ ആ ചാടുന്ന സമയത്ത് നമുക്കതൊരു വലിയ ടൈമായിട്ട് തോന്നും. ഞാൻ ചാടിയ സമയം എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. ഇനി അവർ കയർ കെട്ടാൻ മറന്നോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ നമ്മൾ ആ 4 സെക്കൻഡിൽ താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മളവിടെ സ്റ്റേബിൾ ആകും. പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു കടലും പിന്നെ ഈ ക്ലിഫിൻ്റെ വലിപ്പവും എല്ലാം കണ്ട് നമുക്കൊരു മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് അവിടെ കിട്ടും.
നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ ആളുടെ ജമ്പാണിത്. ആൾ ഈ പറയുന്ന പോലെ ആദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി. Ready, set, go! But the sunlight hits in so many ways. Grab my shades and hit the streets. No plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Okay, ready, set, go! Let the breeze tell us every step the beat we can make. Life's a tune. Oh my god! അമ്മ പടച്ചോനെ പൊളിച്ച് കർത്താവേ ചത്തില്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഉണ്ണി. അയ്യോ, this was nice, this was cool. ഈ ക്ലിഫ് ജമ്പ് എന്നും മനസ്സിലൊരു ബക്കറ്റ് ലിസ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടു നടന്നതാണ്. പിന്നെ ബാലിയിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എന്തായാലും ഫൈനലൈസ് ചെയ്തു. ബാലിയിൽ പോയി ക്ലിഫ് ജമ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമെന്നുള്ളത്. ഞങ്ങളിവിടെ വന്ന് ഈ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ